ഹലോ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ കുറച്ച് കാലം ഈ വ്ളോഗ് ഇട്ടിട്ട് ഞാൻ ഇച്ചിരി ബിസി ആയിപ്പോയി കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ആക്ച്വലി കുറേ കാലമായിട്ട് എടുത്തു വെച്ചൊരു വ്ളോഗാണ്. കുറേ കാലം എന്ന് വെച്ചാൽ ഒരു മാസമായിട്ട് എടുത്തു വെച്ചൊരു വ്ളോഗാണ്. ഞാൻ ഗോവയിൽ ട്രിപ്പ് പോയപ്പോൾ പാക്കിംഗ് മൈ ഗോവ ബാഗ് എന്നുള്ളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഗോവയിൽ എങ്ങനെയാണ് ഇപ്പോൾ ഒന്നാമത് ഗോവ സീസണാണ്. ഇനിയിപ്പോൾ ജാൻ ഫെബ് ഒക്കെ സീസണാണ്. അപ്പോൾ ഈ ടൈമിൽ ഗോവയിൽ പോകുന്ന കുറേ പേരുണ്ട്. അപ്പോൾ മെയിനായിട്ട് ഗേൾസ് ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ ഞാൻ ഗോവക്ക് പോയതിന് ശേഷം തന്നെ കുറേ പേര് എനിക്കിങ്ങനെ മെസ്സേജ് ചെയ്തു. എത്ര ഡേയ്സ് ആയിരുന്നു, എവിടെയാണ് സ്റ്റേ ചെയ്തത്, എങ്ങനെ ടൈം സ്പെൻഡ് ചെയ്ത്, നോർത്ത് ഗോവ സൗത്ത് ഗോവ ഒക്കെ കവർ ചെയ്യാൻ പറ്റിയോ, അങ്ങനെ കുറേ പേര് ചോദിച്ചു. ഈവൻ എൻ്റെ ഫ്രണ്ട്സും അല്ലാത്തവരും ഒക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചു വലിയ മെയിനായിട്ട് കുറേ സ്ഥലങ്ങൾ കാണാനൊന്നും പറ്റിയില്ല. ബിക്കോസ് എൻ്റെ ഒരു 3 days ട്രിപ്പായിരുന്നു. 3 days and 2 nights അങ്ങനെ ആയിരുന്നു തോന്നുന്നു. അപ്പോൾ അധികമൊന്നും കവർ ചെയ്യാൻ പറ്റിയില്ല. ബട്ട് നോർത്ത് ആൻഡ് സൗത്ത് കവർ ചെയ്തു. പിന്നെ കുറച്ച് ട്രാവലിംഗ് ഉണ്ടായിരുന്നു. പക്ഷേ അവിടുത്തെ റോഡൊക്കെ അടിപൊളി ആയതുകൊണ്ട് ട്രാവലിംഗ് വലിയൊരു ഹെക്റ്റിക് ആയിട്ടൊന്നും തോന്നിയില്ല. നല്ല സ്മൂത്തായിട്ട് പോയി. അപ്പം ഞാൻ ഈ 3 days എങ്ങനെ സ്പെൻഡ് ചെയ്തു എന്നുള്ളത് ഒരു വ്ളോഗിൽ ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്ത് കാണിക്കാം. അപ്പോൾ തൃശ്ശൂരിൽ നിന്ന് വണ്ടി കയറി ഞങ്ങൾ മഡ്ഗാവൻ തലശ്ശേരി എത്തിയപ്പോൾ എനിക്ക് ചെറുതായിട്ടൊരു നൊസ്റ്റ് അടിച്ചു എൻ്റെ വീടെത്തിയപ്പോൾ. മഡ്ഗാവൻ റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ അവിടെ ഞങ്ങൾ റെൻ്റ് കാർ ഓൾറെഡി ബുക്ക് ചെയ്ത് കൺഫേം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ കാർ ഇവിടെ എത്തിച്ചു തന്നു നമുക്ക്. അപ്പോൾ നമ്മളിവിടുന്ന് കാറൊക്കെ ഒന്ന് ചെക്ക് ചെയ്തു. കാറ് പിക്ക് ചെയ്തിട്ട് ഒരു 1 hour ഡ്രൈവ് നോർത്ത് ഗോവയിലേക്ക് രാത്രി. നല്ല ക്ലിയർ റോഡായിരുന്നു, ട്രാഫിക് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ നമ്മൾ ഒരു ഡി ലഗൂം കംഫർട്ട്സ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് സ്റ്റേ ചെയ്തത്. വലിയ അടിപൊളി റൂമൊന്നും അല്ല, ബട്ട് കുഴപ്പമില്ലാത്ത റൂം. ഞങ്ങൾ 3 പേരായതുകൊണ്ട് ഞങ്ങൾ അത്യാവശ്യം കംഫർട്ടബിൾ ആയിരുന്നു. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ചുമ്മാ ഒന്ന് ഇറങ്ങാമെന്ന് വെച്ചു. അപ്പോൾ ഞങ്ങൾ ഡ്രസ്സപ്പൊക്കെ ചെയ്ത് അർജുന കഫേയിലേക്കായിരുന്നു ആദ്യം പോകാനിരുന്നത്. ഞങ്ങളുടെ റൂം വെരി ക്ലോസ് ടു അഞ്ജുന ബീച്ചായിരുന്നു. സോ ആദ്യം തന്നെ അർജുന കഫേയിൽ പോയിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഒന്ന് സെറ്റായതിന് ശേഷം ബീച്ചിലോട്ട് ഇറങ്ങാമെന്ന് വെച്ചു. ഒന്നോർക്കണം, രാവിലെ ഈ പട്ടാപ്പകൽ വെയിലത്താണ് ബീച്ചിലോട്ട് ഇറങ്ങുന്നത്. അതിനുള്ള പണിയും കിട്ടി. അങ്ങനെ വണ്ടി എടുത്ത് അർജുന കഫേയിലോട്ട് ഇറങ്ങി. അവിടെ നിന്നൊരു 3 kilometers കഷ്ടിച്ചായിരുന്നു അർജുന കഫേയിലുണ്ടായിരുന്നുള്ളൂ. അവിടെ എത്തി. അവിടെ ഓൾമോസ്റ്റ് എല്ലാ ടേബിളും ഓക്യുപ്പൈഡ് ആയിരുന്നു. കുറച്ച് വെയിറ്റിംഗ് ടൈം, ഒരു 20 minutes നമുക്ക് വെയിറ്റിംഗ് ടൈം ഉണ്ടായി. ആ ടൈമിൽ അവിടെ ഈ ഡ്രസ്സസ് ഭയങ്കര എന്താ പറയുക, കുറച്ച് ഷോപ്പിംഗ് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. ചുമ്മാ കണ്ടതേ ഉള്ളൂ, ഒന്നും ഷോപ്പ് ചെയ്തില്ല. ബിക്കോസ് എല്ലാത്തിനും നല്ല അടിപൊളി വിലയാണ്. അപ്പോൾ ചുമ്മാ ഞങ്ങൾ കണ്ടു കുറച്ച് ഫോട്ടോസ്. അതിനുള്ള ഭയങ്കര എസ്തെറ്റിക് ആയിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഫോട്ടോസൊക്കെ എടുത്തപ്പോഴേക്ക് അവർ വിളിച്ചു, ടേബിൾ റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ പോയി ഞങ്ങൾ കഴിച്ചത് ഒരു സാൻഡ്വിച്ച്, വാഫിൾ, പിന്നെ പാൻ കേക്ക്. അതിൽ വാഫിൾ വായ വെക്കാൻ കൊള്ളത്തില്ലായിരുന്നു, ഭയങ്കര ഹാർഡായിരുന്നു. സാൻഡ്വിച്ച് നല്ലതായിരുന്നു, പാൻ കേക്ക് നല്ലതായിരുന്നു. പിന്നെ ആ അർജുന കഫേയുടെ സൈഡിൽ തന്നെ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി കുറച്ചൊരു എന്താ പറയുക, കുറച്ച് എസ്തെറ്റിക് ആയിട്ടുള്ള സ്ഥലങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കഴിച്ച് ഞങ്ങൾ ഇറങ്ങി. ഈ സാധനം ചെയ്ത് നോക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ, ഇതുവരെ ചെയ്തില്ല. അപ്പോൾ ഈ ചേച്ചി പറഞ്ഞു ഒരു ട്രയൽ ചെയ്യാം, ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അങ്ങനെ ഞാൻ ട്രയൽ ചെയ്യാനിരുന്നു. എനിക്ക് കാണുന്നുണ്ടായിരുന്നില്ല, അതുകൊണ്ട് എനിക്ക് ഫ്രണ്ട്സ് വീഡിയോ എടുത്തുകൊണ്ട് വന്നു. പക്ഷെ ഞാൻ യൂഷ്വലി ഈ ഫോട്ടോസിലും വീഡിയോസിലൊക്കെ കാണുന്ന ആ സാധനം പോലെ എനിക്ക് തോന്നിയില്ല. എന്തോ എനിക്കൊരു ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല. ഇങ്ങനെയാണോ അത്, ഇങ്ങനെ തന്നെയാണോ? എൻ്റെ കൂടെ വന്നവർക്കും അറിയത്തില്ല ഇത് ഇങ്ങനെയാണോ ചെയ്യാമെന്ന്. ബിക്കോസ് കുറേ സ്കാം ഉണ്ട് അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ, ഭയങ്കര സ്കാമാണ് ഈ കാര്യത്തിൽ മാത്രമല്ല, പല കാര്യത്തിലും അവിടെ സ്കാം നടക്കുന്നുണ്ട്. പാർക്കിംഗ് ആണെങ്കിലും ഒരു സാധനം വാങ്ങാനാണെങ്കിലും ഭയങ്കര ബാർഗെയിൻ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു റേറ്റിൽ കിട്ടുള്ളൂ. അത് കഴിഞ്ഞ് അഞ്ജന ബീച്ചിലോട്ട് ഇറങ്ങി. നല്ല വെയിലായിരുന്നു. ഏകദേശം ഒരു ഉച്ച 12 കഴിഞ്ഞു. ആ ഒരു ടൈമിലാണ് ഈ അഞ്ജന കഫേയിലേക്ക് വെയിൽ കൊള്ളാൻ ഇറങ്ങിയത് ഞങ്ങൾ. അങ്ങനെ അവിടുത്തെ വെയിൽ കാരണം ഞങ്ങൾ തിരിച്ച് വന്ന് റൂമിൽ വന്നിട്ട് ഞങ്ങളുടെ റീൽസിൻ്റെ കുറച്ച് ഷോർട്സൊക്കെ എടുക്കാമെന്ന് വെച്ചു. അപ്പോൾ അതിൻ്റെ ചില പരിപാടികളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. റീൽസ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികൾ. എനിക്ക് തോന്നുന്നു ഈ ഉച്ച ടൈമിലൊക്കെ ബീച്ചിലൊന്നും നമുക്ക് പോയിട്ട് കാര്യമില്ല. ഏതെങ്കിലുമൊക്കെ കഫേയിലൊക്കെ കയറി നല്ലോണം ചില്ല് ചെയ്തിരിക്കുന്നതായിരിക്കും ഭേദം. അപ്പോൾ ഞങ്ങൾ ഓൾറെഡി ഫുഡൊക്കെ കഴിച്ചുകൊണ്ട് പിന്നെ ഞങ്ങൾ റൂമിലോട്ട് തിരിച്ച് വന്നിട്ട് ഈ പരിപാടികളൊക്കെ ചെയ്തു. കുറച്ചേരം റെസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞ് ഒരു ഈവനിങ് ആയപ്പം ബീച്ചിലോട്ട് ഇറങ്ങി, ബാഗ ബീച്ചിലേക്ക്. അപ്പോഴേക്ക് ഭയങ്കര ലിറ്റായിരുന്നു അവിടെ. ഫുള്ള് ലൈറ്റ്, പാട്ട്, ഭയങ്കര ക്രൗഡഡും ആയിരുന്നു.
ഒരു എന്താ പറയുക, അധികം ഫോറിനേഴ്സിനെയൊന്നും കണ്ടില്ല, കൂടുതൽ നോർത്ത് ഇന്ത്യൻസ് ആണ്. നവംബറിൽ പോയോണ്ടാന്ന് തോന്നുന്നു, ബിക്കോസ് ഒരു ന്യൂ ഇയർ ടൈമൊക്കെ ആകുമ്പോഴാന്ന് തോന്നുന്നു കുറച്ചുകൂടെ ഫോറിനേഴ്സൊക്കെ വരിക. എന്തായാലും നല്ല ക്രൗഡഡ് ആയിരുന്നു. അവിടെ പോയിരുന്ന് ഞങ്ങൾക്ക് അത്രയ്ക്ക് അങ്ങോട്ട് കംഫർട്ടബിൾ ആയിട്ട് തോന്നിയില്ല, ബിക്കോസ് ഒരു ഓക്വേർഡ് ഫീൽ ആയിരുന്നു. കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നോർത്ത് ഗോവ ആണ് എപ്പോഴും ഹാപ്പനിങ് എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേങ്കിൽ കുറച്ചുകൂടെ പീസ്ഫുൾ ആയിട്ടുള്ളൊരു വൈബാണ് ഇഷ്ടപ്പെടുന്നെങ്കിൽ എനിക്കൊന്ന് സൗത്ത് ഗോവ ആണ് കുറച്ചുകൂടെ നല്ലത്. എനിവേയ്സ്, ഞങ്ങൾ അവിടെ ബാഗ ബീച്ചിൽ അധികം നേരം ടൈം സ്പെൻഡ് ചെയ്തില്ല. കുറച്ച് നടന്നപ്പോൾ ഞങ്ങൾക്ക് ഒരു നല്ലൊരു റെസ്റ്റോറൻറ്റ് കണ്ടു. അവിടെ കയറി, ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള റെസ്റ്റോറൻ്റ് ആയിരുന്നു. അവിടെ കയറി ഞങ്ങൾ താലി കഴിച്ചു. നല്ല താലിയായിരുന്നു. അവിടെ പോയി കഴിച്ച ഫുഡിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട താലിയായിരുന്നു ഇത്. ഇവിടുന്ന് ഞങ്ങൾ ഈ സെയിം നമ്മുടെ റീൽസിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഷൂട്ട് ചെയ്യാനുള്ള തിരക്കിലാണ്. അതൊക്കെ കിട്ടി, നല്ലൊരു ബാക്ക്ഗ്രൗണ്ടൊക്കെ കിട്ടിയപ്പോൾ ഞങ്ങൾ അതങ്ങ് സെറ്റ് ചെയ്തു. അവിടുന്ന് ഫുഡ് കഴിച്ച് ഞങ്ങൾ നേരെ പേർപ്പിൾ മാർട്ടിനിയിലേക്ക് പോയി. പേർപ്പിൾ മാർട്ടിനി അടിപൊളി, ഒന്നും പറയാനില്ല. അവിടുത്തെ വൈബും അവിടുത്തെ എന്താ പറയുക, മൊത്തത്തിൽ ഭയങ്കര കളർഫുള്ളായിരുന്നു. പേർപ്പിൾ മാർട്ടിനിൽ എത്തുമ്പോൾ തന്നെ 10 മണിയായി. സോ അവിടെ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് തിരിച്ചു. നെക്സ്റ്റ് ഡേ മോർണിംഗ് രാവിലെ തന്നെ ഞങ്ങൾ ചെക്ക് ഔട്ട് ചെയ്ത് കേപ്പ് ഗോവയിലേക്കുള്ള യാത്ര തുടങ്ങി. കേപ്പ് ഗോവയിലേക്ക് ഒരു 1.5 hours ഡ്രൈവ് ഉണ്ടായിരുന്നു. പക്ഷേ റോഡ് അടിപൊളിയായിരുന്നു, അതുകൊണ്ട് കുഴപ്പമൊന്നും തോന്നിയില്ല. എന്നിട്ട് ഞങ്ങൾ ഡ്രൈവ് ചെയ്ത്, എന്നിട്ട് ഓൺ ദ വേ ഈ കളർഫുൾ ബിൽഡിങ്സ് ഒക്കെ ഉള്ളൊരു സ്ഥലമുണ്ട്. അത് കേപ്പ് ഗോവയിലേക്ക് പോകുന്ന വഴിയിലാണ്. അവിടെ ഭയങ്കര കുറേ പേര് ഫോട്ടോസൊക്കെ എടുത്ത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒന്ന് പോയിട്ട് എന്താണ് അവസ്ഥ, അവിടെ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുമോ എന്നൊക്കെ അറിഞ്ഞിട്ട് കേപ്പ് ഗോവയിലേക്ക് പോകാമെന്ന് വെച്ചു. അതിന് മുന്നേ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കേട്ടോ. ഞങ്ങൾ സ്റ്റേ ചെയ്തതിൻ്റെ തൊട്ടടുത്തു നിന്നാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. അവിടെയും നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. അവിടുത്തെ പോഹ, വെജിറ്റബിൾ പോഹ അടിപൊളിയായിരുന്നു. ഇതാണ് കേട്ടോ ആ ഫൗണ്ടൈനാസ് എന്ന് പറഞ്ഞ ആ കളർഫുൾ ബിൽഡിങ്സ് ആയിട്ടുള്ള സ്ഥലം. നല്ല ഫോട്ടോസ് ഞങ്ങൾക്ക് കിട്ടി. അടിപൊളി സ്ഥലമായിരുന്നു. കുറച്ച് ക്രൗഡഡ് എന്നല്ല, കുറേ പേര് ഇങ്ങനെ ഫോട്ടോസ് എടുക്കുന്നുണ്ടാവും. നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം ഫോട്ടോ എടുക്കാൻ വേണ്ടി. പക്ഷേ നല്ല നല്ല ഫോട്ടോസ് ഞങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടി. അവിടെ നിന്ന് ഞങ്ങളുടെ റീലിൻ്റെ ചെറിയ പ്രിപ്പറേഷൻസൊക്കെ എടുത്തു. ഒരു ചേച്ചി ഞങ്ങൾക്ക് എടുത്തു തന്നു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി വിശക്കാൻ തുടങ്ങി എല്ലായിരിക്കും. അപ്പോൾ കേപ്പ് ഗോവയിലേക്ക് ഞങ്ങൾ പിന്നെ ഈ യാത്ര തുടങ്ങി. അവിടെ നിന്ന് ഒരു 1/2 hour മാത്രമായിരുന്നു ദൂരം ഉണ്ടായിരുന്നുള്ളൂ. കേപ്പ് ഗോവ റെസ്റ്റോറൻറ്റ് കേട്ടിട്ടുണ്ട്, അടിപൊളിയാണ്, നല്ല വൈബാണെന്നൊക്കെ. അപ്പോൾ അവിടെ പോയിട്ട് ലഞ്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. ഈ ലഞ്ചിൻ്റെ ടൈം ഏകദേശം ഒരു 3 മണിയൊക്കെ ആയി കാണും കേട്ടോ. പക്ഷേ ഞങ്ങൾ കേപ്പ് ഗോവയിലെത്തിയപ്പോൾ അവിടെയും ഇച്ചിരി ക്രൗഡഡ് ആയിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് ടേബിൾ കിട്ടി. ഇവിടെയൊക്കെ എന്ന് വെച്ചാൽ ചാർജ് നിങ്ങൾ ഏത് ടേബിൾ ചൂസ് ചെയ്യുന്നു അതിനനുസരിച്ചാണ്. ഭയങ്കര ബീച്ച് വ്യൂ ഉള്ള ടേബിളാണെങ്കിൽ പ്രൈസ് കൂടും, അതല്ല ഇങ്ങോട്ടുള്ളതാണെങ്കിൽ പ്രൈസ് കുറയും. അങ്ങനെ അവിടെ ഇതേപോലെ നല്ല അടിപൊളി വ്യൂ ആയിരുന്നു. അവിടുത്തെ വൈബ് ഇഷ്ടപ്പെട്ടു. ഫോട്ടോസ് എടുക്കാനാണ് കൂടുതലും അവിടെ ആൾക്കാർ വരുന്നത്, ഫുഡ് കഴിക്കുന്നതിനേക്കാളും കൂടുതൽ. അപ്പോൾ ഇവിടെ വന്നിട്ട് ഞങ്ങൾ 2-3 പ്രോൺസ് ഉണ്ടത്, പിന്നെന്താ ചിക്കൻ ബ്രസ്റ്റ്, അങ്ങനെ 2-3 സാധനം കഴിച്ചു. നല്ലതായിരുന്നു, ഫുഡൊക്കെ അടിപൊളിയായിരുന്നു, ഇഷ്ടപ്പെട്ടു. ഇവിടെ നമുക്ക് 2 hours സ്പെൻഡ് ചെയ്യാം. നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി കഴിഞ്ഞാൽ 2 hours സ്പെൻഡ് ചെയ്യാം. 2 hours കൂടുതൽ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ എക്സ്ട്രാ എമൗണ്ട് കൊടുക്കേണ്ടി വരും. അങ്ങനെയായിരുന്നു, എത്രയാണെന്ന് എനിക്ക് ഓർമ്മയില്ല, അങ്ങനെയായിരുന്നു. അപ്പോൾ ഞങ്ങളിവിടെ ഇരുന്ന് ലൈവ് മ്യൂസിക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ അടിപൊളി വൈബായിരുന്നു. ഈവനിങ്ങിലാന്ന് തോന്നി ഈ ലൈവ് മ്യൂസിക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. നല്ലതായിരുന്നു. അതൊക്കെ കേട്ട് ഞങ്ങൾ അവിടെ ചില്ല് ചെയ്തു. അവിടെ നിന്ന് കഴിച്ച ഫുഡൊക്കെയാണ് ഈ കാണുന്നത്. പ്രോൺസിൻ്റെ ഒരു ഐറ്റം, പിന്നെ ചിക്കൻ ബ്രസ്റ്റിൻ്റെ ഒരു ഐറ്റം. ഇത് നമ്മുടെ അയലയില്ലേ, അയലയാണ് മക്കളെ ഇത്. കൊള്ളാം, എന്തായാലും നല്ലതായിരുന്നു. അത് കഴിഞ്ഞ് കേപ്പ് ഗോവയിൽ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ നോക്കി. പക്ഷേങ്കിൽ കുഴപ്പമില്ലാത്ത ഫോട്ടോസൊക്കെ കിട്ടി. പക്ഷേ അവിടെ ഒരു ഫോട്ടോ എടുക്കാനൊരു സ്പോട്ടുണ്ട്, അതാണ് നിങ്ങളീ കാണുന്നത്. ഇതൊന്നും റെസ്റ്റോറൻറ്റിൽ വന്ന ആൾക്കാരല്ല കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഈവനിങ് പാലോലം ബീച്ചിലെത്തി. പാലോലത്തായിരുന്നു ഞങ്ങളുടെ സെക്കൻഡ് സ്റ്റേ. അവിടെ ഒരു റിസോർട്ടും, അതും വലിയ അടിപൊളി റിസോർട്ടൊന്നും ആയിരുന്നില്ല, ഓക്കെ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ രാത്രി ഭയങ്കര പീസ്ഫുള്ളായിരുന്നു.
ദിവസം കഴിഞ്ഞു. പിറ്റേ ദിവസം രാവിലെ പാലോലം ബീച്ച് ഒന്നുകൂടെ കാണാനിറങ്ങി. ഇപ്പോൾ വളരെ ശാന്തമായിരുന്നു. ഈ സൗത്ത് ഗോവ എന്ന് പറയുന്ന വൈബ് ഉണ്ടല്ലോ, അത് പിന്നെ എവിടെയും കിട്ടത്തില്ല. നോർത്ത് ഗോവയിൽ പ്രത്യേകിച്ച് കിട്ടത്തില്ല. അപ്പോൾ ഇവിടെ വന്ന് നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റി. ഭയങ്കര പീസ്ഫുള്ളായിരുന്നു കേട്ടോ. ഇവിടുന്ന് ഞങ്ങൾക്ക് ബട്ടർഫ്ലൈ ബീച്ചിലേക്ക് ഒരു ബോട്ടിംഗ് പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞങ്ങളതൊക്കെ അന്വേഷിച്ചു എത്ര മണിക്കാണ് എങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ അവർ ഞങ്ങളടുത്തൊരു 1 o'clock ആകുമ്പോൾ വന്നോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ റൂമിൽ പോയി ചെക്ക് ഔട്ട് ചെയ്തു, എല്ലാം പാക്ക് ചെയ്തു. ഇനി നേരെ ഞങ്ങൾ ഇവിടുന്ന് പിന്നെ മഡ്ഗാവനിലൊക്കെ ആയിരിക്കും പോകുന്നത്. സോ ഇവിടുന്ന് ഞങ്ങൾ ചെക്ക് ഔട്ട് ചെയ്യാൻ വേണ്ടി തിരിച്ചു പോയി. അതിന് മുന്നേ ഞങ്ങൾ ഇവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കേട്ടോ. ഇവിടെ ബീച്ച് വ്യൂ ഒക്കെ ആയിട്ട് ഇരുന്ന് അടിപൊളിയായിരുന്നു. ഭയങ്കര പീസ്ഫുൾ ആയിരുന്നു. നോർത്ത് ഗോവയിലൊരു വൈബേ അല്ല. നോർത്ത് ഗോവ ഈസ് ലൈക്ക് ക്രൗഡഡ്. ഇവിടെ അത്ര ക്രൗഡൊന്നുമില്ല. രാത്രിയാണെങ്കിലും ക്രൗഡൊന്നുമില്ല. എല്ലാം ഒരു പ്രീമിയം ആൾക്കാരാണ്, ഫോറിനേഴ്സൊക്കെയാണ്. അപ്പോൾ ഇവിടെ ഞങ്ങളിരുന്ന് പീസ്ഫുള്ളായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് റൂമിൽ പോയി ഒന്ന് റെസ്റ്റ് ചെയ്ത് ഫുൾ പാക്ക് ചെയ്ത് ചെക്ക് ഔട്ട് ചെയ്തു. ഏകദേശം ഒരു 1 മണിയൊക്കെ ആയി കാണും ചെക്ക് ഔട്ട് ചെയ്യുമ്പോൾ. അത് കഴിഞ്ഞിട്ടാണ് ഈ ബോട്ടിങ് പോകുന്നത്. ബോട്ടിങ്ങിൽ പോകുമ്പോൾ അത് പെർ ഹെഡ് 500 ആയിരുന്നു എന്ന് തോന്നുന്നു ബോട്ടിങ്ങിന്. ദിസ് ഈസ് ദ മോസ്റ്റ് അടിപൊളി പാർട്ട് ഓഫ് ദ ട്രിപ്പ് എന്ന് എനിക്ക് പറയാൻ പറ്റും. ഇതിലും കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടാവുമായിരിക്കും. പക്ഷേങ്കിൽ ഞങ്ങൾ പോയതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ബോട്ടിംഗ് ആയിരുന്നു. ആക്ച്വലി ഇത്ര എക്സ്പെക്റ്റേഷൻ കൂടെ ഒന്നുമല്ല പക്ഷെ പോയപ്പോൾ അടിപൊളിയായിരുന്നു. മെയിനായിട്ടുള്ള റീസൺ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഒന്നാമത് ഞാൻ വെള്ളം ഭയങ്കര പേടിയുള്ള ഒരാളാണ്. പക്ഷെ എനിക്ക് പോയപ്പം ഐ വാസ് ലൈക്ക് ഞാൻ മിസ് ചെയ്തു ഇത്രയും കാലം ഇങ്ങനത്തെ വ്യൂ ഒക്കെ എന്ന് തോന്നി. ബിക്കോസ് പിന്നെ അവിടുത്തെ വെള്ളം പറയേണ്ട കാര്യമാണ്. വെള്ളം നല്ല ഗ്രീൻ കളർ. നമ്മൾ നടുവിലോട്ട് പോകുമ്പോൾ മിഡിലേക്ക് പോകുമ്പോൾ ഭയങ്കരമായിട്ട് ബ്ലൂ അല്ലേ, ഗ്രീൻ കളറാവുക. വെള്ളത്തിൻ്റെ ആ കളർ ഭയങ്കരമായിട്ട് കൂടുക. ഭയങ്കര ഇഷ്ടമായി ആ വ്യൂ. പിന്നെ നമ്മൾ ഇന്ത്യയിലാന്ന് തോന്നില്ല, വേറെ എവിടെയോ എത്തിയൊരു ഫീലായിരുന്നു. കുറച്ചുകൂടെ കഴിയുമ്പോൾ നല്ല വ്യൂ ആണ്. പിന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഞങ്ങൾ കുറേ ഡോൾഫിൻസിനെ കണ്ടു. ആക്ച്വലി ഈ ടൈമിലൊന്നും ഡോൾഫിൻസിനെ കാണാറില്ല എന്നാണ് ഞങ്ങളെ കൊണ്ടുപോയ ചേട്ടന്മാർ പറഞ്ഞത്. പക്ഷെ ഞങ്ങൾക്ക് കുറേ ഡോൾഫിൻസിനെ കാണാൻ മാത്രമായിട്ട് ബോട്ടിങ്ങിന് പോവാം. ശരിക്കും പറഞ്ഞാൽ രാവിലെ 6 മണിക്ക് ഒരു ട്രിപ്പുണ്ട് ഡോൾഫിൻസിനെ കാണാൻ വേണ്ടി. ഞങ്ങളത് പോകണമെന്ന് ആദ്യം ആലോചിച്ചു, പിന്നെ വേണ്ടാന്ന് വെച്ചു. ഇതിന് പോകാമെന്ന് വിചാരിച്ചു. പക്ഷേങ്കിൽ ഞങ്ങൾക്ക് രണ്ടും കൂടെ ഒരുമിച്ച് കിട്ടി. ഡോൾഫിൻസിനെയും കണ്ടു, ഞങ്ങൾ ബട്ടർഫ്ലൈ ബീച്ചിലോട്ടും പോയി. ബട്ടർഫ്ലൈ ബീച്ചിൽ മാത്രമല്ല വേറെ സ്ഥലത്തും പോയിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഡോൾഫിൻസിനെ കാണാൻ വേണ്ടി ഞങ്ങൾക്ക് അവിടെ നിർത്തി തന്നു അവർ. കുറേ ഡോൾഫിൻസിനെ അടുത്തുനിന്നും കണ്ടു, ദൂരേന്നും ഒക്കെ കണ്ടു. വലിയ ഡോൾഫിൻസ് ആയിരുന്നില്ല, ഒരു ആവറേജ് കൈൻഡ് ഓഫ് സാധനങ്ങൾ. ഈ ഭാഗമൊക്കെ കണ്ടോ, വെള്ളത്തിൻ്റെ കളറെന്ന് പറയുന്നത് ഭയങ്കര ഗ്രീനായിരിക്കുക. എനിക്ക് ഈ സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് ഭയങ്കര ഇഷ്ടമായി. ഇവിടെ ഏതോ ഒരു ഭാഗം വരെ എനിക്ക് മങ്കി ഐലൻഡ് എന്ന് പറഞ്ഞു തന്നു, അതെവിടെയാണെന്ന് ഓർമ്മയില്ല. പക്ഷെങ്കിൽ ഞാനിതിൻ്റെ കളറായിരുന്നു, എനിക്ക് ഈ വെള്ളത്തിൻ്റെ കളർ കണ്ടിട്ട് ഐ വാസ് ലൈക്ക് സോ സർപ്രൈസ്ഡ്. മേ ബി ഞാൻ ഇങ്ങനെ ഒന്നും കണ്ടിട്ടില്ല. എനിക്ക് വെള്ളം എന്ന് പറയുന്ന സാധനം പേടിയായതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേ നോക്കാറില്ല. പക്ഷേ എനിക്ക് ബീച്ച് ഇഷ്ടമാണ്, വെള്ളത്തിലോട്ട് ഇറങ്ങാൻ ഇഷ്ടമല്ല. പക്ഷെ ദിസ് വാസ് ലൈക്ക്, എനിക്ക് ഈ വീഡിയോ പിന്നെയും ഈവൻ എഡിറ്റ് ചെയ്യുമ്പോഴും ഞാൻ ഈ വീഡിയോ ഭയങ്കരമായിട്ട് അഡ്മയർ ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നതാണ് ബട്ടർഫ്ലൈ ബീച്ച്. അവിടെ ആക്ച്വലി ട്രെക്കിംഗ് വഴിയും പോവാം, ബോട്ടിംഗ് വഴിയും പോവാം. അപ്പോൾ അത് ഞങ്ങൾക്ക് അവർ കാണിച്ചു തന്നു. ഇതാണ് ബട്ടർഫ്ലൈ ബീച്ച്. ഒന്നുകിൽ നിങ്ങൾക്ക് ഇവിടെ ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഹണിമൂൺ ബീച്ച് കൂടെ കാണിച്ചു തരാം, അത് വേണമെങ്കിൽ അവിടെ ഇറങ്ങാം. ഹണിമൂൺ ബീച്ചിലേക്ക് ബോട്ടിംഗ് വഴി മാത്രമേ പോകാൻ പറ്റുള്ളൂ. പക്ഷേ ബട്ടർഫ്ലൈയിൽ ട്രെക്കിങ്ങും ബോട്ടിങ്ങും വഴി പോവാം. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഓക്കെ ഹണിമൂൺ കൂടെ കാണാമെന്ന് പറഞ്ഞിട്ട് ഹണിമൂൺ ബീച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മെയിനായിട്ടുള്ള റീസൺ ഞങ്ങൾക്ക് ഈ ബോട്ടിങ് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ പെട്ടെന്ന് ഇത് കഴിയണ്ട. സോ ഞങ്ങൾ ഹണിമൂൺ ബീച്ചിലോട്ട് പോയി.
ഹണിമൂൺ ബീച്ചായിരുന്നു ബട്ടർഫ്ലൈ ബീച്ചിനേക്കാളും നല്ല ബീച്ച്. അപ്പം ഞങ്ങൾ ഹണിമൂൺ ബീച്ചിൽ ഇറങ്ങി. അവിടെയും ഞങ്ങൾ ഞങ്ങളുടെ റീൽസിൻ്റെ ചെറിയ ക്ലിപ്സൊക്കെ എടുത്ത് അതവിടെ പരിപാടി തീർത്തു. അത് കഴിഞ്ഞിട്ട് നേരെ ഒരു ഗോയൻ താലി കഴിച്ച് സംഭവം അവസാനിപ്പിച്ചു. അപ്പോൾ അതായിരുന്നു ഞങ്ങളുടെ ഗോവ ട്രിപ്പ്. അപ്പോൾ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഗോവൻ താലി കഴിക്കാൻ മറക്കരുത്. പിന്നെ സൗത്ത് ഗോവ എക്സ്പ്ലോർ ചെയ്യണം. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഈ ഒരു ട്രിപ്പിൽ എൻ്റെ ഫേവറേറ്റ് സ്പോട്ട് സൗത്ത് ഗോവ. നോർത്ത് ഗോവ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. സോ അടുത്ത വ്ളോഗിൽ കാണുന്നവരെ ബൈ.